ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്ത് നല്ലൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല ക്രീമാണ്. നമ്മൾ ഈ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മുഖം ഒന്ന് തിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നേയല്ല നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു റിസൾട്ട് കിട്ടും. മുഖം നല്ല നിറവും തിളക്കവും വരാനും പാടുകൾ മാറാനും എല്ലാം സഹായിക്കുന്ന നല്ലൊരു ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. മിൽക്ക് ക്രീം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള ചെടിയിലുള്ള അലോവേര ജെൽ എടുക്കരുത്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. പിന്നെ വേണ്ടത് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒറ്റൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്താൽ മതി. അല്ലാത്തവർക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക കേട്ടോ. ചെറിയ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ആണെങ്കിൽ മാത്രമേ 2 എടുക്കണ്ടൂ. വലിയതാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാരും ഒറ്റൊന്നു തന്നെ എടുത്താൽ മതി. അപ്പോൾ ഞാനിത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ട് കിട്ടാത്ത സാധനമാണെന്ന് തോന്നുന്നവർ വളരെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അത് ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ വേണമെങ്കിൽ അതൊന്ന് ടാഗ് ചെയ്യുക. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഗ്ലിസറിന്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, അലോവേര ജെല്ലെല്ലാം സ്കിൻ കെയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും വീട്ടിൽ വാങ്ങി വെക്കുക കേട്ടോ. അത് ഒരുപാട് യൂസ്ഫുൾ ആവും. പിന്നെ 1 ടേബിൾ സ്പൂണോളം ആൽമണ്ടിൻ്റെ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ആൽമണ്ടിൻ്റെ ഓയിൽ ഒഴിക്കൽ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒഴിച്ചാൽ മതി. അത് നിർബന്ധമില്ല. പക്ഷേ അലോവേര ജെല്ല്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്, ഗ്ലിസറിൻ ഇത് 3 നിങ്ങൾ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെറിയ പൈസക്ക് കിട്ടുന്ന സാധനമാണ് കേട്ടോ. വീട്ടിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയാൻ കാരണം നമുക്കിതിനൊരു ഷെൽഫ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യരുത്. അതായത് ഈ ഒരു ക്രീം നമുക്കൊരു 5 ദിവസം എല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ പുറത്തും 1-2 ദിവസം നിൽക്കും. അപ്പോൾ അത് പുറത്തെല്ലാം വെച്ചാൽ കേടായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലുണ്ടായ ചെടികളിലുള്ള യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ഇത് കണ്ടോ, നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് കളർ ക്രീമായിട്ട് കിട്ടും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സിങ് കറക്റ്റ് ആവണം. നല്ല രീതിയിൽ മിക്സ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ വൈറ്റ് ക്രീമായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് അലോവേര ജെല്ല്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ഗ്ലിസറിൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ പൈസക്ക് ഓൺലൈനിലും അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിലും അങ്ങാടി കടകളിലെല്ലാം ഈ സാധനങ്ങളെല്ലാം കിട്ടും. സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം വാങ്ങി വെച്ചാൽ വെറുതെ പൈസ വേസ്റ്റൊന്നും ആവില്ല. അപ്പോൾ ഇത് ഈ ഒരു ക്രീം ഇങ്ങനെയുള്ളൊരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക കേട്ടോ. ഒരു 5 ദിവസം ഇത് നിൽക്കും. നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ ഇത് രാത്രി കിടക്കുന്നതിന് മുന്നേ സാധാരണ നമ്മൾ ഈ ഫെയർ ലവ്ലി, ഡാവ് അങ്ങനെയുള്ള പോലത്തെ സാധാരണ ഫെയർനെസ് ക്രീം നമ്മൾ തേക്കൂലേ, അതേപോലെയാണ് ഇതും തേക്കേണ്ടത്. തേച്ചിട്ട് കിടക്കുക, അത്ര തന്നെ. രാവിലെ കഴുകുകയും സാധാരണ പല്ലെല്ലാം തേക്കുമ്പോൾ മുഖം കഴുകൂലേ, അങ്ങനെയുള്ളൊരിത് മാത്രമേ ഉള്ളൂ. നമ്മളെ സ്കിന്നിൽ ഇത് അബ്സോർബ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ പിന്നെ ബെഡിലാവും അങ്ങനെയുള്ളതൊന്നുമില്ല. ഇത് ഫേസ് പാക്ക് പോലെയല്ല, ക്രീമായിട്ട് തന്നെ തേക്കുക. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഡയറക്റ്റ് ഫേസിലേക്കെല്ലാം തേക്കാൻ പേടിയുണ്ടെന്നെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് മാത്രം മുഖത്ത് തേച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജുള്ളവർ ഉറപ്പായിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരു ചെറിയൊരു തണുപ്പും കൂടി ഉണ്ടാകുന്ന നേരം നമുക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ബാക്കി വരുന്നത് അതേപോലെ തന്നെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക. ഈർപ്പം ഉള്ളിൽ കയറാണ്ട് ശ്രദ്ധിക്കാവുകൊണ്ട് നല്ല എയർ ടൈറ്റായിട്ട് തന്നെ ഇത് മൂടി വെക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ചെയ്തതിന് ശേഷം റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.